അമേരിക്കൻ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇറാൻ സർവ്വസജ്ജമെന്ന മുന്നറിയിപ്പുമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തലവൻ മേജർ ജനറൽ അഹമ്മദ് വാഹിദി രംഗത്തെത്തിയിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായി ഒരു സമാധാന കരാറിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു കടുത്ത പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. തങ്ങളുടെ പരമാധികാരത്തിന് മേൽ നേരിയ രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടായാൽ പോലും ഭയാനകമായ പ്രത്യാഘാതം അമേരിക്ക നേരിടേണ്ടി വരുന്നുവെന്നാണ് ഇറാൻ നൽകുന്ന പരസ്യമായ മുന്നറിയിപ്പ്. ഇറാന്റെ സൈനിക ശക്തിയെയും ആഭ്യന്തര സുരക്ഷയെയും നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന IRGCയുടെ മേധാവിയുടെ വാക്കുകൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു ദേശീയ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ജനറൽ അഹമ്മദ് വാഹിദി അമേരിക്കൻ ഭരണകൂടത്തിന് കടുത്ത ഭാഷയിൽ താക്കീത് കൊടുത്തത്. ഇറാന്റെ മണ്ണിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ അത് അമേരിക്കയുടെ നാശത്തിലേക്ക് വഴി തുറക്കുമെന്ന സന്ദേശമാണ് ഈ വാക്കുകളിലുള്ളത്. രണ്ടു രാജ്യങ്ങളും തമ്മിൽ രഹസ്യമായോ പരസ്യമായോ ഒരു സമാധാന ഉടമ്പടിയിലേക്ക് നീങ്ങുന്നുവെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സജീവമായിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴും തങ്ങളുടെ സൈനിക ജാഗ്രതയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്ന കൃത്യമായ സൂചനയാണ് ഈ പ്രസ്താവനയിലൂടെ സൈനിക നേതൃത്വം നൽകുന്നത്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും പുതുതായി എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായാൽ അതിന് രാജ്യം നൽകാൻ പോകുന്നത് നാശോന്മുഖവും നരകതുല്യവുമായ മറുപടി ആയിരിക്കുമെന്നാണ് വാഹിദി അടിവരയിട്ട് പറയുന്നത്. ശത്രുക്കൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും തങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പദപ്രയോഗം തന്നെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും അവരുടെ സഖ്യകക്ഷികളെയും ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇറാൻ കൈവരിച്ച സൈനികവും സാങ്കേതികവുമായ മുന്നേറ്റങ്ങളെക്കുറിച്ചും IRGC ചീഫ് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. പണ്ടുണ്ടായിരുന്ന ഇറാന്റെ സൈനിക ശേഷിയല്ല ഇന്നുള്ളതെന്നും ആധുനിക യുദ്ധമുറകളിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ശത്രുക്കളുടെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കാൻ പോന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേവലം കരസേനയുടെ ബലത്തിൽ മാത്രമല്ല ഇറാൻ ഇന്ന് നിലകൊള്ളുന്നത്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ ശക്തിയായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഭൂഖണ്ഡാന്തര ശേഷിയുള്ളതും അതിവേഗം സഞ്ചരിക്കാൻ കഴിയുന്നതുമായ ഇറാന്റെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾക്ക് അമേരിക്കയുടെ ഏത് പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ ശേഷിയുണ്ട്. ഏത് ദൂരത്തിലുള്ള ലക്ഷ്യവും കൃത്യമായി ഭേദിക്കാൻ തങ്ങളുടെ മിസൈൽ വ്യൂഹത്തിന് സാധിക്കുമെന്നത് അമേരിക്കയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. മിസൈൽ ശേഷിക്ക് പുറമെ ഇറാന്റെ നാവികസേനയും തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിലും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലും ഇറാന്റെ സാന്നിധ്യം അമേരിക്കൻ കപ്പലുകൾക്ക് നിരന്തര ഭീഷണിയാണ്. ആധുനിക യുദ്ധക്കപ്പലുകളും മിസൈൽ ബോട്ടുകളും അന്തർവാഹിനികളും വിന്യസിച്ചുകൊണ്ട് കടലിലെ ആധിപത്യം തങ്ങളുടെ കൈകളിൽ നിലനിർത്താൻ ഇറാന് സാധിക്കുന്നുണ്ടെന്ന് സൈനിക മേധാവി വ്യക്തമാക്കുന്നുണ്ട്. വ്യോമമേഖലയിലും ഇറാൻ ഒട്ടും പിന്നിലല്ല. അത്യാധുനിക ഡ്രോണുകളുടെ നിർമ്മാണത്തിലും അവ യുദ്ധരംഗത്ത് പ്രയോഗിക്കുന്നതിലും ഇറാൻ കൈവരിച്ച സ്വയം പര്യാപ്തത ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ നിരകളെ വെട്ടിച്ചു മുന്നേറാൻ കഴിയുന്ന ഇറാന്റെ അത്യാധുനിക ഡ്രോണുകൾ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാണ്. വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ നിരന്തരം ഉപയോഗിക്കുന്നുണ്ടെന്ന് വാഹിദി കൂട്ടിച്ചേർത്തു. ആധുനിക യുദ്ധരംഗത്ത് ഡിജിറ്റൽ സംവിധാനങ്ങൾക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സൈബർ മേഖലയിലും ഇറാൻ വൻ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും തന്ത്രപ്രധാനമായ ഡിജിറ്റൽ ശൃംഖലകളെ തകർക്കാൻ പോന്ന സൈബർ ആയുധങ്ങൾ ഇന്ന് ഇറാന്റെ പക്കലുണ്ട്. ശത്രു രാജ്യങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെയും ആശയവിനിമയ സംവിധാനങ്ങളെയും നിമിഷം നേരം കൊണ്ട് നിശ്ചലമാക്കാൻ തങ്ങളുടെ സൈബർ സൈന്യത്തിന് കഴിയുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ ബഹിരാകാശ രംഗത്തും ഇറാൻ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. സ്വന്തമായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും അവയിലൂടെ ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുമുള്ള ശേഷി ഇറാൻ സൈന്യത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ബഹിരാകാശ സാങ്കേതിക വിദ്യ തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്കായി മികച്ച രീതിയിലാണ് ഇറാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഇത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു കാവലായി മാറുന്നുണ്ട്.
അമേരിക്കൻ ഉപരോധങ്ങളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും നിലനിൽക്കുമ്പോഴും ഇറാൻ കൈവരിച്ച ഈ നേട്ടങ്ങൾ ആഭ്യന്തരമായ കരുത്തിന്റെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്. വിദേശ സഹായങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പിന്തുണയോടെയാണ് ഈ അത്യാധുനിക ആയുധശേഖരം രാജ്യം കെട്ടിപ്പടുത്തത്. ഇത് രാജ്യത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നുണ്ട്. ഇറാന്റെ നിലവിലെ സൈനിക തന്ത്രം എന്നത് സജീവമായി പ്രതിരോധമാണെന്ന് വാഹിദിയുടെ വാക്കുകൾ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകും. ശത്രു ആക്രമിച്ചതിന് ശേഷം പ്രതികരിക്കുക എന്നതല്ല, മറിച്ച് ഇറാന്റെ കരുത്ത് കണ്ട് ശത്രുക്കൾ ആക്രമിക്കാൻ പോലും ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഈ തന്ത്രം. ഈ സജീവ പ്രതിരോധം രാജ്യത്തിന്റെ ആഭ്യന്തര കരുത്തിലും സൈനിക പുരോഗതിയിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. അമേരിക്കയിൽ ഭരണം മാറുമ്പോഴോ പുതിയ നയങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോഴോ ഇറാന്റെ സുരക്ഷാ നയങ്ങളിൽ മാറ്റമുണ്ടാകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇറാനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് ഈ പ്രസ്താവന. ട്രംപിന്റെ ഭീഷണികൾക്ക് മുൻപിൽ തങ്ങൾ വഴങ്ങില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഒരു സമാധാന കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും അമേരിക്കയുടെ വാഗ്ദാനങ്ങളെ ഇറാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നാണ് ഈ നിലപാട് തെളിയിക്കുന്നത്. മുൻകാലങ്ങളിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അമേരിക്ക ഏത് സമയത്തും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയേക്കാമെന്ന് ഇറാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകൾക്കൊപ്പമോ അതിനേക്കാൾ പ്രാധാന്യത്തോടെയോ സൈനിക സജ്ജീകരണങ്ങൾക്ക് ഇറാൻ മുൻഗണന നൽകുന്നുണ്ട്. മേഖലയിലെ മറ്റ് സഖ്യകക്ഷികൾക്കും പ്രതിരോധ ഗ്രൂപ്പുകൾക്കും ഇറാന്റെ ഈ ശക്തമായ നിലപാട് വലിയ ആത്മവിശ്വാസം കൊടുക്കുന്നതാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്ന ശക്തികൾക്ക് ഇറാന്റെ സൈനിക പുരോഗതിയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും കൂടുതൽ കരുത്തു പകരും. അമേരിക്കയുടെ ആധിപത്യ ശ്രമങ്ങൾക്ക് മേഖലയിൽ വലിയ തിരിച്ചടിയാണ് ഇത് സമ്മാനിക്കുന്നത്. വാഷിംഗ്ടണിൽ നിന്നുള്ള സമാധാന സന്ദേശങ്ങളെക്കാൾ തങ്ങളുടെ ആഭ്യന്തര സൈനിക ശക്തിയിലാണ് ഇറാൻ വിശ്വസിക്കുന്നത്. ആകാശവും കടലും കരയും കടന്ന് സൈബർ ബഹിരാകാശ മേഖലകളിൽ വരെ പടർന്നു കിടക്കുന്ന തങ്ങളുടെ യുദ്ധശേഷി പ്രയോഗിക്കാൻ മടിക്കില്ലെന്നാണ് ഇറാൻ പറയുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ഇന്തോ അമേരിക്കൻ ബന്ധങ്ങളിലും ഈ പ്രസ്താവന വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.